ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് ആൾക്കാർ വിളിച്ചു, നമ്മൾ ആ ഡേറ്റ് പറഞ്ഞു, അവിടെ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ചില വീടുകളിൽ നമുക്ക് ആ ഒരു പറയുന്ന ടൈമിൽ അവിടെ ചെന്ന് എത്താനായിട്ട് സാധിക്കത്തില്ല. അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഇറങ്ങാൻ മറ്റെന്തെങ്കിലും കാരണവശാൽ ഒന്ന് ലേറ്റ് ആവുകയോ, അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കുറച്ച് ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ചില വീടുകളിൽ നമുക്ക് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ എത്താൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ഒരുപക്ഷെ വീട്ടുകാർക്ക് തന്നെ നമ്മളോട് ഉള്ളിലൊരു നീരസം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത് ചില വീടുകൾക്ക് എന്തെങ്കിലും ചില ഇത്തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്താനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. പിന്നെ ഒരു വീട്ടിലോട്ട് നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ വീട്ടിൻ്റെ ഒരു എനർജി ലെവൽ എന്താണ്. അല്ലെങ്കിൽ ആ വീട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷനുള്ള വീടാണോ, അതല്ലെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷനുള്ള വീടാണോ. അപ്പോൾ നമുക്ക് വീടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കതിനകത്ത് മനസ്സിലാക്കാനായിട്ട് ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ചെന്ന ജോലി അത് കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാതെ നമുക്കത് ഇറങ്ങി വരാനും പറ്റില്ല. അപ്പം നമുക്ക് ആ വീടിൻ്റെ ചുറ്റുപാട്, ആ വീടിൻ്റെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ വീട് പോസിറ്റീവ് എനർജി ഉള്ളതാണോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉള്ളതാണോ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള. ചില വീടുകളിൽ ചെന്നാൽ അവർ പറയും, സാറേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാനും ഭർത്താവുമായിട്ട് എപ്പോഴും വഴക്കാണ്. അതേസമയം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോകുന്നു, 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഒരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പിയാണ്. വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അത് ആ നെഗറ്റീവ് എനർജി അത്രത്തോളം ആ വീടുകളിൽ സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ നെഗറ്റീവ് എനർജി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു വീട്ടിൽ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിലും അവിടെ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാം. അതേസമയം ഇപ്പോൾ വാസ്തുപ്രകാരമുള്ള തെറ്റുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന ഡോർ ഇരിക്കുന്ന സ്ഥലം, അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് വന്നാക്കുന്ന സ്ഥലങ്ങൾ, അത് കഴിഞ്ഞിട്ട് സെപ്റ്റ് ടാങ്ക്, വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി, ഇതൊക്കെ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ വാസ്തുപ്രകാരം തെറ്റുകളുണ്ടെങ്കിലും അത്രത്തോളം നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാകും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ, ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ പിന്നെ ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ടീപ്പയുടെ മുകളിൽ അന്നത്തെ പത്രം കിടക്കുന്നു, അതൊരു പോസിറ്റീവ് എനർജിയാണ്. അതേസമയം ഒരാഴ്ചത്തെ പത്രം തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വലിച്ചു വിതറിയിട്ടാക്കിയാണ്, അതൊന്ന് അടുക്കി മാറ്റി സൂക്ഷിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്നും വയ്ക്കുകയോ ചെയ്തിട്ടില്ല. വീട് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അത് സെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, കട്ടിൽ ലെവലല്ല കിടക്കുന്നത്, അതിനകത്തിട്ട് ഒത്തിരി ടോയ്ലറ്റിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ വാസ്തുപ്രകാരം ഇപ്പം കിച്ചണിലോട്ട് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല സാധനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് തുറന്നിരിക്കുന്നുണ്ട്. അതിൽ പഴയതുണ്ട്, പുതിയതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന തുണികളെല്ലാം ഒരു 3, 4, 5 ദിവസമായത് പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. പല സാധനങ്ങളും പൊട്ടിയത് അവർ മാറാതെ അതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും അതൊക്കെ ചില എന്താ പറയുന്നത് രാഹു, കേതു, ശനി അങ്ങനെയൊക്കെയുള്ള ചില ഗ്രഹങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ തടസ്സങ്ങൾക്കുള്ള കാരണങ്ങളായിട്ട് അതിനെ വാസ്തുവിൽ കൺവെർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതെല്ലാം നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയെ അവർ സാരമായി ബാധിക്കും. ഇപ്പോൾ പിന്നെ തുരുമ്പെടുത്ത സാധനങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം വേസ്റ്റ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വയറിങ് ചെയ്തിട്ട് ബാക്കി വന്ന കുറച്ച് വയറുകൾ ഒരു ഉപയോഗമില്ല, അതെവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുക, അതല്ലെങ്കിൽ കയറ്, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതുപോലെ ഓരോ കാറ്റഗറിയിൽ പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതെല്ലാം നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകും. ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു 10-15 വർഷമായിട്ട് ഉപയോഗിക്കാത്ത ബൈക്ക് അത് വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കും. അപ്പോൾ അത് ഇതിന്ന് അവിടെ നെഗറ്റീവായി അത് ഇത് തന്നെയല്ലേ നമ്മളെപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് വർക്കൗട്ട് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള സകല സാധനങ്ങളും മാറ്റി നല്ല പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഒരു മിക്സിയുടെ ഒരു കവർ വാങ്ങിച്ചുകൊണ്ടിരിക്കും, പുതിയ മിക്സി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നല്ല കവറാണത്. നമ്മളിതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് വയ്ക്കും. സൂക്ഷിച്ച് കൊണ്ടുവന്ന് നമ്മൾ മിക്കവാറും അടുക്കളയിലായിരിക്കും. അടുക്കളയുടെ മുകളിൽ ലഗേജ് സ്റ്റാൻഡ് കാണും, അതിൻ്റെ മണ്ടയിൽ വയ്ക്കും. 1 മാസമായി, 2 മാസമായി, 6 മാസമായി, 2 വർഷമായി ഇത് അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ഒരുമാതിരി പൊടിയും കരിയും എല്ലാം പിടിച്ച് നശിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അതിനുശേഷം പിന്നെ നമ്മൾ ഇതെടുത്ത് കളയും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടാത്ത പല സാധനങ്ങളും അവിടെ വെച്ച് തന്നെ നമ്മളിത് മാറ്റേണ്ടത് നല്ലതാണ്. ഇപ്പം മറ്റേ വിജയൻ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് വിജയൻ സാർ പറയുന്നുണ്ടായിരുന്നു, ഇതെനിക്ക് ജപ്പാനിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ, അവരുടെ വീട്ടിലേക്ക് അവർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഒരു മിക്സ് കാര്യം തന്നെ അവർക്ക് ആവശ്യമുള്ള ആ ഒരു സാധനം മാത്രമേ അവർ വീട്ടിനകത്തേക്ക് കയറ്റത്തുള്ളൂ. മറ്റേ തെർമോക്കോളായാലും മറ്റ് കവറുകളായാലും അവരത് അവിടെ വെച്ച് തന്നെ അവർ ഒഴിവാക്കുന്നത്. ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്, മൊത്തം കൂടെ അകത്തോട്ട് കൊണ്ടുപോവുക, ആവശ്യമുള്ള എടുക്കുക, ബാക്കി വീട്ടിനകത്ത് തന്നെ സൂക്ഷിക്കുക. അത് അവിടെ ഇരുന്ന് നെഗറ്റീവ്
ആവുക, അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കുക. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കുക. സാധനങ്ങളെല്ലാം അടുക്കോടെ, ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ നല്ല ഫർണിച്ചറുകൾ കാണണമെന്നില്ല, നല്ല തുണികൾ കാണണം, ഉള്ളത് അടുക്കും ചുറ്റയോടും വൃത്തിയായും സൂക്ഷിക്കുക. നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരും. പൊടിയും മാറാലകളും ഒന്നുമില്ലാതെ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി ഉള്ള വീട്, അത് ചെറുതാണെങ്കിലും ശരി തന്നെ വലുതാണെങ്കിലും ശരി തന്നെ. നിങ്ങൾ ഒരു കുടിലിലാണ് താമസിക്കുന്നത്, അത് വാസ്തുപ്രകാരം നല്ലതാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് കൊട്ടാരമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.